അമ്മ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ നാരങ്ങ അച്ചാർ A to Z കാര്യങ്ങൾ നമുക്ക് കാണാം. ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നാരങ്ങ അച്ചാറാണ് നമ്മളുടെ ചെറുനാരങ്ങയുടെ അച്ചാർ, ലെമൺ പിക്കി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം ഒരുവിധം ഒന്ന് ഇളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കല്ലുപ്പ്, കുറച്ചധികം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം വല്ലാതെ തിളയ്ക്കണമെന്നില്ല, ഒരുവിധം പാകത്തിൽ ചൂടായാൽ മതി. അതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ നാരങ്ങ മുഴുവൻ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത്, ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, നമുക്ക് നാരങ്ങ മുഴുവൻ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഈ വെള്ളം കളഞ്ഞതിന് ശേഷം ഈ നാരങ്ങ തുടച്ചതിന് ശേഷം കഷ്ണങ്ങളാക്കി നമുക്ക് നല്ലൊരു പാത്രത്തിലിട്ട് മാറ്റിയിട്ട്, അതായത് നമുക്ക് ലെയറായിട്ട് കുറച്ച് നാരങ്ങ ഇടാം, കുറച്ച് ഉപ്പിടുക. അങ്ങനെ 2 ദിവസം 3 ദിവസം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അടിയിൽ ഇങ്ങനെ വെള്ളം ഓർന്ന് വരും. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക്, ഇതിപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണിത്. അതിനുശേഷം നമുക്ക് ആ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ അതൊരു ഓട്ടമുള്ള പാത്രത്തിലോട്ട് മുഴുവനായിട്ട് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം മുഴുവൻ ഊർന്നു പോകുന്നതിന് ശേഷം വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് എണ്ണയൊക്കെ യൂസ് ചെയ്യാൻ. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു പിടി വെളുത്തുള്ളി നടുക്കീറിയിട്ടുള്ളതും, പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കായം പൊടി, ഉലുവപ്പൊടി ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ആ ഒരു മണം ആ എണ്ണയിൽ കിടന്നിട്ട് ചൂടാവുമ്പോൾ നല്ലൊരു മണം വരും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി, ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന വരെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ എല്ലാ ഐറ്റം പിക്കിൾസും നമ്മൾ കസ്റ്റമൈസ്ഡായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം ആ ഒരു രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറ്. ചിലർ പറയും എല്ലാ അച്ചാറിലും വെളുത്തുള്ളി ഇഞ്ചിയുള്ള കാരണം മക്കൾക്ക് വെളുത്തുള്ളിയുടെ ചോയ ഇല്ലാത്തതുകൊണ്ട് അവർ അച്ചാർ കഴിക്കില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിക്കും നമ്മൾ ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വെള്ളം മാറുന്നതിന് ശേഷം, അതായത് ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആണെന്ന് നമ്മൾ കഴുകി നന്നായി വെള്ളം ഉണങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ നമ്മളിപ്പോൾ നാരങ്ങ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അതിലത്തെ വെള്ളം ഊറി വന്നിട്ടുള്ളതാണ്. ഈ ഉപ്പിൻ്റെ വെള്ളമാണിത്. 2 ദിവസം നമ്മൾ ഉപ്പ് ഇട്ട് വെച്ചിട്ടുള്ള ആ വെള്ളമാണ്. അപ്പോൾ ആ ഒരു വെള്ളമാണ് നമ്മളിതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നന്നായി തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്കുള്ള ഉപ്പ് കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ടിട്ടുള്ളതാണെങ്കിലും ശരി, ആ വെള്ളം ഇതൊക്കെ ചേർന്ന് എല്ലാം കൂടി സെറ്റായി വരുമ്പോഴേക്കും നമുക്കിതിൽ ഉപ്പിൻ്റെ കുറവ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നാരങ്ങ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നാരങ്ങ തുടച്ചതിന് ശേഷമാണ് കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. നമ്മൾ ആ വെള്ളം കളയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നാരങ്ങ നമ്മളൊന്ന് ആവി കയറ്റിയിട്ടുള്ള ആ വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. നന്നായി ആ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് നന്നായി യോജിച്ച് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇപ്പം നമ്മളിത് സുർക്ക ചേർക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ഒരു അച്ചാറാണ്.
ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ സുർക്ക ചേർത്തിട്ടില്ല, വെള്ളമാണ് ചേർത്തത് ചേർത്തിട്ട് ഇത് കേടൊന്നും വരില്ല. ഇതൊരു കൊല്ലം വേണമെങ്കിലും നമുക്ക് സേഫായിട്ട് നല്ല വൃത്തിക്ക് അടച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം ഇരുന്നാലും ഇതൊരു കേടും വരില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ സുർക്ക ചേർക്കണം എന്നുണ്ടെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, കുറച്ചൊരു അച്ചാറിൻ്റെ ഒരു പരിവും നനവ് വേണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സുർക്ക ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ചാറിന് മറ്റൊരു ടേസ്റ്റാണ്. നമ്മൾ സുർക്ക ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു രുചി ആയിരിക്കില്ല. ആ ഒരു തനി നാടൻ ടേസ്റ്റിലുള്ള ഒരു പിക്കിൾസാണ് ഈ ഒരു നാരങ്ങ അച്ചാർ. അപ്പോൾ നമ്മൾ നാരങ്ങച്ചാറൊക്കെ വാങ്ങി വെച്ച് ചൂടാറി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രാത്രി നമ്മൾ ഇതാക്കിയതിന് ശേഷം വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ചൂടൊക്കെ ആറി ലെവലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കും. ഇതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ നാരങ്ങയിൽ ഇറങ്ങിയിട്ടുള്ള നീരും ഉപ്പിൻ്റെ വെള്ളം മാത്രമാണ്. ഞാനിപ്പോൾ 250ൻ്റെയും 500ൻ്റെയും ബോട്ടിലാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ 1 kg ഒക്കെ വേണം എന്നുള്ളവർക്ക് നമ്മൾ 1/2 കിലോൻ്റെ 2 ബോട്ടിലായിട്ടാണ് കൊറിയർ അയച്ചു കൊടുക്കാൻ സൗകര്യം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു പ്രിസർവേറ്റീവ്സോ ഒരു നമ്മൾ സുർക്ക പോലും വിനാഗിരി പോലും ചേർക്കാതെ 100% നാച്ചുറലായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. അതായത് നിങ്ങൾക്ക് അത്രയും കറക്റ്റായിട്ട് മുഴുവനായിട്ട് കാണിച്ചത് കൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കാലത്തും കേടുകൂടാതെ നമുക്കത് ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല. പുറത്തിരുന്നാൽ പോലും ഒരിക്കലും ഇത് കേടുവരില്ല. പിന്നെ നിങ്ങൾ പിന്നെ ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് രാത്രിയൊക്കെ എടുത്ത് തുറന്ന് വയ്ക്കുക, അടയ്ക്കാതെ, പിന്നെ അതുമാതിരി നനഞ്ഞ സ്പൂണ് വെച്ചിട്ട് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് അച്ചാറും കേടുവരും. ഇനിയിപ്പോൾ പ്രിസർവേറ്റീവ്സ് ചേർത്തതാണെങ്കിൽ പോലും കേടുവരും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അടപ്പ് നന്നായിട്ട് എപ്പോഴും ടൈറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ വലിയ ബോട്ടിലൊക്കെയാണ് അച്ചാർ വെച്ചാൽ അത് അങ്ങനെ കൊടുന്ന് മേശയുടെ മുകളിൽ വെക്കാതെ കുറേശ്ശെ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ച് എടുത്ത് കൊണ്ടുവരിക, എന്നിട്ട് ബാക്കിയുള്ളത് നന്നായിട്ട് ടൈറ്റാക്കി അടച്ച് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ബോട്ടിൽ 1/2 കിലോൻ്റെ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 കിലോൻ്റെ ബോട്ടിൽ അധികം കൊടുക്കാത്തത്. അപ്പോൾ 1/2 കിലോൻ്റെ ബോട്ടിലൊക്കെ പെട്ടെന്ന് സാധനം തീരും. അപ്പം അത് ഒരിക്കലും എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് തീരുന്നതിനുള്ളിൽ ഒരിക്കലും അത് കേടൊന്നും വരത്തില്ല. ഇനി നിങ്ങൾക്ക് ഈ അച്ചാറിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. നമ്മളിപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഓരോ പല കാര്യങ്ങളാണ് സംശയങ്ങൾ ചോദിക്കാറ്. പലർക്കും പല സംശയങ്ങളാണ്. അപ്പോൾ എനിക്കത് പറഞ്ഞു തരണോണ്ടൊന്നും ഒരു മടിയില്ല. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയത് എനിക്കും പലരിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് എനിക്കൊരു മടിയുമില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ചോദിച്ചറിയാവുന്നതാണ്. ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കഴിയണത് തന്നെ കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തന്നിരിക്കും. പിന്നെ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ട് എനിക്കെപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാൻ ചിലപ്പം പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് ഇട്ട് ഉടനെ മറുപടി തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. കാരണം മെസ്സേജ് ഇട്ടിട്ട് നോക്കണില്ല എന്നിട്ട് നിങ്ങൾ ചിലവർ എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ വിളിച്ചാൽ എനിക്ക് ചിലപ്പം ഞാൻ പുറത്ത് വേറെയും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, ചിലപ്പോൾ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പാക്ക് ചെയ്യുന്നത് ഇങ്ങനെ ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് മെഷീനൊന്നും എനിക്കില്ല. ഞാൻ ഈ അയൺ ബോക്സ് വെച്ചിട്ടാണ് സീൽ ചെയ്യാറ്. അപ്പോൾ ആ ഒരു രീതി കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അച്ചാർ നിറയ്ക്കണ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബോട്ടിലിൻ്റെ വക്കിനൊക്കെ നമ്മൾ അച്ചാറിൽ എങ്ങനെയായാലും എണ്ണയൊക്കെ ഉള്ളതാണ്, മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും എണ്ണ. അപ്പോൾ നമ്മൾ ഒഴിക്കണ സമയത്ത് അച്ചാർ ബോട്ടിലോട്ട് നിറയ്ക്കുന്ന സമയത്ത് കുപ്പിയുടെ വക്കത്തൊക്കെ എണ്ണയായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ചാറായിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് നന്നായി തുടച്ച് മാറ്റി അവിടെ ഡ്രൈ ആയതിനു ശേഷം ഈ ഒരു ഫോയിൽ, നമുക്ക് ബോട്ടിലൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് തന്നെ ഈ ഒരു ഫോയിലും വാങ്ങാൻ കിട്ടും. അത് വാങ്ങി നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഡയറക്റ്റ് അയൺ ബോക്സ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം സീൽ ചെയ്തിരുന്നത്. പക്ഷേ ചില സമയത്ത് എനിക്ക് വലിയ ലോങ്
സ്ഥലത്തേക്കൊക്കെയുള്ള ഓർഡറാണ് 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടണം. അപ്പോൾ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പിടിക്കാറുണ്ട് കിട്ടാൻ. അപ്പോൾ അത്രയും സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് വെച്ചാൽ ചിലപ്പം ചെറുതായിട്ടൊരു ലീക്കേജ് കാണാറുണ്ട്. അപ്പോൾ ഞാനതിന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയൊരു ടെക്നിക്കാണ്. നമ്മൾ കറക്റ്റ് ഡയറക്റ്റ് അയൺ ബോക്സ് വെക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് അത് ചൂട് കൂടുതലാവുകയും അവിടെ പാത്രം ഉരുക്കിയിട്ട് അതിൽ കൂടെ ഹെയർ കടന്നിട്ടാണ് ഇങ്ങനെ ഒരു ലീക്കേജ് വരുന്നതെന്നുള്ളതൊരു അറിവ് എനിക്ക് കിട്ടിയതിൻ്റെ മുകളിൽ ഇപ്പം ഞാനൊരു കോട്ടൺ തുണി മുകളിൽ ഇട്ടതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചൂട് ബോക്സിലേക്ക് തട്ടുമില്ല. എങ്കിൽ ഈ തുണി വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് ചൂട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുകയും ചെയ്യും. അപ്പോൾ അതവിടെ നന്നായി സീലാവും, ഒട്ടിപ്പിടിച്ച് ഒട്ടും ലീക്കേജോ കാറ്റോ കിടക്കുകയും ഇല്ല. അപ്പോൾ അതിപ്പോൾ എനിക്ക് പുതിയ കിട്ടിയിട്ടുള്ളൊരു അറിവാണ്, എനിക്ക് ജെമിനി പറഞ്ഞു തന്നിട്ടുള്ളൊരു അറിവാണ്. അപ്പോൾ അത് എനിക്ക് സക്സസ് ആയിട്ടുമുണ്ട്. നന്നായിട്ട് ഇപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും തിരിച്ച് കമിഴ്ത്തി വെച്ചാൽ പോലും ലീക്കേജൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലീക്കേജ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇത് സീൽ ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ട് മുറുക്കി അടച്ചിട്ടാണ് ഞാനിത് കൊറിയർ അയക്കാറുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി ടാപ്പും കാര്യങ്ങളൊക്കെ ചുറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിനെ പറിച്ചെടുത്താൽ പോലും അതിൻ്റെ മുകളിൽ നിന്ന് ഇളകി പോരുന്നില്ല അത്. ഇനി നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ അതൊന്ന് അടച്ചു കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളിതൊന്ന് അടച്ചു കൊടുക്കണം. പിന്നെ ഇനി ഇതിലേക്കുള്ള ലാബിലൊക്കെ ഞാനിവിടെ ഞാൻ ഇടപ്പാളിൽ തന്നെയാണ് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി ഒരു പ്രസ്സിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ പ്രസ്സിൽ നിന്ന് തന്നെയാണ് ഞാനിത് പ്രിൻ്റ് ചെയ്യിപ്പിക്കാറുള്ളത്. പ്രിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. കുറച്ച് കാലം പ്രിൻറ്റിങ് പ്രസ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റും. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ആ ഒരു പ്രസ്സിൽ ചെന്നിട്ട് പ്രിൻ്റ് ചെയ്യാം. പിന്നെ ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിതിൻ്റെ ലാബിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത് കടകളിലൊന്നും കൊടുക്കണില്ല, നമ്മൾ സ്വന്തം സ്ഥാപനത്തിൽ കുറച്ച് വയ്ക്കും. പിന്നെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ കടയിൽ വയ്ക്കും, അങ്ങനെയാണ് ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാ ബോട്ടിലും നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എടുക്കുക. 250ൻ്റെ 500ൻ്റെയാണ്. അപ്പോൾ സ്റ്റിക്കർ ഒറ്റ രീതിക്ക് അടിക്കുക, എന്നിട്ട് നമ്മൾ തൂക്കും വിലയൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ രണ്ടാമത് എഴുതി ചേർക്കുകയാണ് ചെയ്യാറ്. ഇപ്പം ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഞാനിപ്പോൾ വീഡിയോസ് ഇടാറുണ്ട്. നിങ്ങൾ ഏത് ഇതിലാണ് ഈ ചാനലിലാണ് നിങ്ങളിത് കാണുന്നത് വെച്ചാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും. യൂട്യൂബിലാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇപ്പം ഞാൻ ഒരുപാട് കാലമായിട്ട് അങ്ങനെ യൂട്യൂബിൽ വലിയ വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ തിരിച്ചെടുക്കാൻ നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിലും ശരി ഫോളോ ചെയ്തിട്ടൊന്ന് കൂടെ കൂടുക. കാരണം നിങ്ങൾക്ക് ഈ അച്ചാറ് എന്ന് മാത്രമല്ല, നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും. എങ്കിലും ഒന്നുകൂടി പറയുകയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണപ്പെടുന്ന വീഡിയോസും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ വേറെയും കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോസായിട്ട് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ അതിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബിസിനസ് വളരാൻ ഒരു സഹായം കൂടിയാവും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായമായിരിക്കും അത്. അപ്പോൾ അതുകൂടി നിങ്ങൾ ചെയ്യുക. ഇനി ഞാനിപ്പോൾ ഇത് കൊറിയർ അയക്കാനുള്ളതായതുകൊണ്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ചെറിയൊരു ഓർഡറാണ്. അപ്പോൾ അതൊന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൂടി ഒന്ന് പാക്ക് ചെയ്യുന്നത് കൂടി ജസ്റ്റ് കാണിക്കുക. കാരണം ബോക്സ് ഡയറക്റ്റ് ചിലപ്പം ബോക്സ് ഇറക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 1 കിലോൻ്റെ സാധനം അടിച്ചാൽ അതിൽ ആ 1 കിലോൻ്റെ ബോക്സ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എനിക്ക് ഓർഡർ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 250ൻ്റെ അച്ചാറാവും, 500ൻ്റെ അച്ചാറാവും, ചിലപ്പോൾ ലിപ് ബാം ആവും, ചിലപ്പം അങ്ങനെ പല സാധനങ്ങളും എണ്ണയാവും. അങ്ങനെ കോസ്മെറ്റിക് ഐറ്റംസും ഫുഡ് പ്രൊഡക്റ്റുമായിട്ട് ഞാൻ ഒത്തിരി പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പല ടൈപ്പുള്ള സാധനങ്ങളായിരിക്കും കൊറിയറായിട്ട് അയക്കാണ്ടാകും. അപ്പോൾ ഒരേ മോഡൽ ഒരേ സൈസിലുള്ള ബോക്സ് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കതിൽ അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ബോക്സ് വാങ്ങാറില്ല. എന്തിൻ്റെങ്കിലും ബോക്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മെഡിക്കൽ സ്റ്റോറിനോ എവിടെന്നെങ്കിലും ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ ഇതുപോലത്തെ ബോക്സ് മേടിക്കും. എന്നിട്ട് അത് നമ്മളെ കറക്റ്റിന് നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്.
അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള അളവ് നമ്മൾക്ക് മേടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നും ഒരു ബോക്സ് വാങ്ങിയിട്ട് അതിലിട്ട് കൊടുത്താൽ പോരെ എന്നുള്ളത്, പക്ഷേ അതാവുമ്പോൾ ചിലപ്പോൾ ആ കറക്റ്റ് അളവിന് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ബോക്സ് ഒന്ന് പാക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് നമ്മട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ബോക്സ് മുഴുവനായിട്ട് ടൈപ്പൊക്കെ ഒട്ടിച്ച് നന്നായിട്ട് പാക്ക് ചെയ്തതിന് ശേഷം അഡ്രസ്സ് എഴുതി ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മഴ നനയുകയോ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. ഫുള്ള് പാക്കിങ് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകൂടി വേണേ. ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര തന്നെ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ബോക്സ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സൗകര്യമാണ്. നമുക്ക് ഇതുപോലെ കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ബോക്സാണ് ഇതിന് പക്ഷേ നമുക്ക് ഇളകാതിരിക്കാൻ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പേപ്പറൊക്കെ തിരികെ വെച്ച് നമുക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. മറ്റേ നമ്മൾ ഓൾറെഡി ടൈറ്റാക്കി പാക്ക് ചെയ്ത കാരണം നമുക്ക് ഉള്ളിൽ വേറെ ഒന്നും വെച്ച് ഇതാക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഫുള്ള് ഉള്ളിൽ പേപ്പറൊക്കെ തിരികെ നല്ല ടൈറ്റാക്കി ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ബോക്സിനെ കൂടുതൽ റാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ പാക്ക് ചെയ്തിട്ട് ടാപ്പ് ഒട്ടിച്ചാൽ മതി. അപ്പം ഇന്നിപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഒരു വീഡിയോ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്നതും ബോട്ടിൽ നിറയ്ക്കുന്നതും അത് കൊറിയർ അയക്കാൻ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഇടുകയാണ്. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.